എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടറോട്ട് കാർഡ് റീഡിംഗ് ആണ്. ടറോട്ട് കാർഡ് റീഡിങ്ങിൻ്റെ ഏറ്റവും ശാസ്ത്രീയമായ ഒരു തലത്തിലാണ് നാം ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 3 കാർഡുകളാണ്. നിങ്ങൾക്ക് ഉള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നൽകുന്നു. നിങ്ങളോട് ചെയ്തതിൽ അവർക്ക് കുറ്റബോധമുണ്ടോ എന്നുള്ളതാണ് നാം നോക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് അറിയാം ഇതൊരു ടറോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇതെല്ലാവർക്കും ബാധകമാകണമെന്നില്ല. പക്ഷേ ഇത് ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ബാധകമാകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇത് കാലാതീതമായൊരു വീഡിയോ ആണ്. നിങ്ങളെപ്പോൾ കണ്ടാലും ഈ വീഡിയോ നിങ്ങൾക്ക് ബാധകമായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളോട് ചെയ്തതിൽ അവർക്ക് കുറ്റബോധമുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് ആദ്യ കാർഡിലേക്ക് പോകാം. ആദ്യ കാർഡ് ഹൂഡ് ധരിച്ച ഒരു കാർഡാണ്. മറഞ്ഞ മുഖമാണ്. തീർച്ചയായിട്ടും എന്തോ മറഞ്ഞിരിക്കുന്നു. നിങ്ങളോട് ചെയ്തതിൽ അവർക്ക് കുറ്റബോധമുണ്ടോ എന്നുള്ളതാണ്. ഇത് രഹസ്യമായ എന്തോ ഒന്ന് അവർ ഒളിപ്പിക്കുന്നു. നിങ്ങളോട് ചെയ്തു പോയ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു രഹസ്യം അവർ ഒളിപ്പിക്കുന്നു. സ്നേഹമോ ആശ്രയമോ ആവശ്യമുള്ള സാഹചര്യം അവർക്കുണ്ടായിരിക്കുന്നു. അതായത് അവർ ദുഃഖിക്കുന്നു. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ അറിയരുത് എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോൾ അവരെടുത്ത സ്റ്റാൻഡ്, അവരെടുത്ത നിലപാട്, അതിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അവർ ദുഃഖിക്കുന്നു. അവർ ഇപ്പോഴത്തെ അവരുടെ നില നിങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നു. മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു. അവർക്ക് ആശ്രയം വേണം. നിങ്ങളുടെ ഒപ്പമായിരുന്നപ്പോൾ അവർക്ക് ആശ്രയം ഉണ്ടായിരുന്നു. അതിൻ്റെ വില അവർ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഇത് കൃത്യമായൊരു കാര്യമായിട്ട് നമുക്ക് പരിഗണിക്കാം. ആ വ്യക്തി വിലപിക്കുന്നുണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ. നിങ്ങളിൽ നിന്ന് അകന്നു പോയത് കൊണ്ട്, നിങ്ങളോട് ചെയ്തതിൽ ദുഃഖമുണ്ട്. അതിൻ്റെ ആഴം കൂടുകയാണ്. കാരണം ആ വ്യക്തിക്ക് അറിയാം തൻ്റെ പ്രവൃത്തി തെറ്റായിരുന്നുള്ളത്. ആവശ്യമുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നു. ആശ്രയമോ സ്നേഹമോ, ഒരുപക്ഷെ ആ വ്യക്തി നല്ല നിലയിലാണെങ്കിൽ പോലും നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കുന്നു. ഒരുപക്ഷെ ആ വ്യക്തി മോശം നിലയിലാണെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥയിൽ ആ വ്യക്തി ദുഃഖിക്കുന്നു. ഒരാൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നിലനിൽക്കുന്നത് സൂചിപ്പിക്കുന്നു. ആ വ്യക്തി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയി എന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലായിരിക്കുന്നു. ഇത് ഒരാളുടെ ഉള്ളിലെ അറിവിനെക്കുറിച്ചുള്ള ഒരു അറിവാണ്. ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. ദുഃഖമുണ്ട്. ആദ്യത്തെ കാർഡ് ദുഃഖം സൂചിപ്പിക്കുന്നു, കുറ്റബോധം സൂചിപ്പിക്കുന്നു. നിങ്ങളില്ലാത്തതിൻ്റെ ദുഃഖം ആ വ്യക്തിയിൽ നിഴലിച്ച് നിൽക്കുന്നു. നമുക്ക് രണ്ടാമത്തെ കാർഡിലേക്ക് പോകാം. സൂര്യനാണ് ചിഹ്നം. ഇത് വിജയത്തിൻ്റെയും പുതുയുഗത്തിൻ്റെയും ആവേശത്തിൻ്റെയും ചിഹ്നമാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. അതായത് രണ്ടാം ഘട്ടത്തിൽ നിങ്ങളും ആ വ്യക്തിയും ഒരുപക്ഷെ അടുത്തേക്കാം. നിങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ എത്തിയാൽ ആ വ്യക്തി ഊർജത്തിലേക്ക് എത്തും. നിങ്ങൾ എത്തിയില്ലെങ്കിൽ ആ വ്യക്തിയുടെ കാര്യം പോക്കാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭാവം ആ വ്യക്തിയിൽ വ്യത്യസ്തതകൾ സൃഷ്ടിക്കുന്നു, നഷ്ടം സൃഷ്ടിക്കുന്നു. ആ വ്യക്തിക്ക് രക്ഷപ്പെടണമെങ്കിൽ, ആ വ്യക്തി ആ പ്രതിസന്ധിയിൽ നിന്ന് മാറണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാകണം. നിങ്ങൾ ഉണ്ടായേ തീരൂ. നിങ്ങളില്ലെങ്കിൽ ആ വ്യക്തിക്ക് ഉയർച്ചയില്ല. ആ വ്യക്തിക്ക് ഉണരാൻ കഴിയുന്നില്ല, വരാൻ കഴിയുന്നില്ല, തിരിച്ചു വരാൻ കഴിയുന്നില്ല. പോസിറ്റീവായിട്ടുള്ള കാര്യം ഇനി ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ ഉണ്ടായേ പറ്റൂ, നിങ്ങൾ ഉണ്ടായേ തീരൂ. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ പോസിറ്റീവ് ആയിട്ട് വരില്ല. ശുഭകരമായ മാറ്റങ്ങൾ നിങ്ങൾ എത്തുമ്പോൾ ഉണ്ടാകുന്നു. നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എത്താൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നതിൻ്റെ ഊർജത്തിൻ്റെ ആ ഒരു തലം നിങ്ങൾക്കറിയാം. കാത്തിരിക്കുകയാണ് നിങ്ങളെ. കാരണം നിങ്ങൾ എത്തിയാൽ മാത്രമേ ആ വ്യക്തിക്ക് ഇനി ഉയർച്ചയുള്ളൂ, ആ വ്യക്തിക്ക് സന്തോഷമുള്ളൂ. ഇരുട്ടും വെളിച്ചവും ഒന്നും രണ്ടും കാർഡ് അതാണ് പറയുന്നത്. വെളിച്ചത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങളെത്തണം. സന്തോഷം വരണമെങ്കിൽ, ധൈര്യം വരണമെങ്കിലൊക്കെ നിങ്ങളെത്തണം. ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ധൈര്യം വരണമെങ്കിൽ നിങ്ങളെത്തണമെന്ന് ഒരു റീഡിങ് കിട്ടുമ്പോൾ ഇപ്പോൾ ഭയത്തിലാണ്. ഒരുപക്ഷെ മറ്റാരെങ്കിലും ആ വ്യക്തിയെ ഭയപ്പെടുത്തി നിങ്ങളിൽ നിന്ന് അകറ്റിയതും ആകാം, എന്തുമാകാം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ ഒരുപക്ഷെ ആ വ്യക്തിയുടെ തീരുമാനം സ്വതന്ത്രമായി എടുക്കാൻ ആ വ്യക്തി കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. നമുക്ക് മൂന്നാമത്തെ കാർഡിലേക്ക് പോകാം. ചന്ദ്രനാണ്. രാത്രിയിൽ ശോഭനമായ ഒരു പ്രകൃതിയിലേക്ക് ചന്ദ്രൻ്റെ വെളിച്ചം അടിക്കുന്ന ഒരു കാർഡാണ് നിങ്ങൾ മൂന്നാമത് കാണുന്നത്. അത് ആ വ്യക്തിയുടെ മനസ്സിൽ
നിങ്ങൾ എത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ഭ്രാന്ത് പിടിച്ചേക്കാമെന്നതിനെ സൂചിപ്പിക്കുകയാണ്. ആ വ്യക്തിക്ക് ആശയക്കുഴപ്പത്തിൻ്റെ പ്രതീകം ഉണ്ടാവും. എന്ത് ചെയ്യണമെന്നറിയാത്ത രീതിയിൽ നിങ്ങളെ നഷ്ടപ്പെട്ട് നിങ്ങൾ എത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ ആ വ്യക്തിക്ക് ഭ്രാന്ത് പിടിച്ചേക്കാം. ആശയക്കുഴപ്പമുണ്ട്. നിങ്ങൾ എത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതൊരു വലിയ പ്രതിസന്ധിയായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിൽക്കുകയാണ്. അത് സ്വപ്നങ്ങളെയും സൂചിപ്പിക്കാം. നിങ്ങൾ വരാനുള്ള രീതിയിലൊരു സ്വപ്നം കാണുകയാണ്. സ്വപ്നം ഒരു ഭ്രാന്ത് പോലെയാണെന്ന് പറയുന്നത് പോലെ യാഥാർത്ഥ്യമല്ല, അവിടെ ഫാൻറ്റസിയാണ്. നിങ്ങൾ എത്തിയാൽ ഇങ്ങനെയാക്കാമായിരുന്നു, നിങ്ങൾ എത്തിയില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകും? നിങ്ങളോട് ചില രഹസ്യങ്ങൾ ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം ആ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. വ്യക്തത ആ വ്യക്തിക്ക് ആവശ്യമാണ്. ആശയക്കുഴപ്പം ആ വ്യക്തിയെ പിന്തുടരുന്നു. അനിശ്ചിതത്വം ആ വ്യക്തിയെ പിന്തുടരുന്നു. പക്ഷെ ശാന്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ വലിയ തരത്തിലുള്ള ദുഃഖമുണ്ടാകുന്നു, പ്രതിസന്ധി ഉണ്ടാകുന്നു. ഏറ്റവും വലിയ ആത്മീയമായൊരു പരിവർത്തനത്തിലേക്ക് ആ വ്യക്തി എത്തും. രഹസ്യങ്ങൾ തുറന്നു പറയും. നിങ്ങളോട് ഇനി മറച്ചു വെക്കാൻ കഴിയില്ല. സന്തോഷം, വിജയം, അവസരങ്ങൾ എന്നിവ ആ വ്യക്തിക്ക് നേടാൻ കഴിയും നിങ്ങളെ സ്വീകരിക്കുന്നതിലൂടെ. പലയിടത്തും പല തരത്തിലുള്ള പ്രതിസന്ധികൾ ആ വ്യക്തിക്ക് സഹിക്കേണ്ടി വന്നു. പക്ഷേ നിങ്ങളുടെ സാഹചര്യങ്ങളെക്കുറിച്ച് അറിയാൻ ആ വ്യക്തി വൈകിപ്പോയി. ഒരുപക്ഷെ അതുതന്നെയായിരിക്കും ആ വ്യക്തിയിൽ പ്രതിസന്ധി ഉണ്ടാക്കിയത്. ഏതായാലും ഒരു പോസിറ്റീവ് റീഡിങ്ങിലേക്ക് ഉടൻ തന്നെ എത്തും. ആ വ്യക്തി വിഷമിക്കുന്നു നിങ്ങളില്ലാതെ, ദുഃഖിക്കുന്നു നിങ്ങളില്ലാതെ എന്നുള്ളത് കൃത്യമായിട്ടറിയാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു ടറോട്ട് കാർഡ് റീഡിംഗ് ആണ്. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ബാധകമായിരിക്കും. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.